സ്വാഭാവികമായിട്ടും ഒരുത്തൻ വീട്ടിൽ നിന്ന് ഉറങ്ങുന്ന ഒരുത്തനെ വിളിച്ചിട്ട് അവൻ പൈസ വാങ്ങിച്ചു, ഇപ്പം ഞാൻ പൈസ വാങ്ങിച്ചിട്ട് ചെയ്തു, ഇന്നൊരു ആക്രമണം ചെയ്തു എന്ന് പറയുമ്പോഴേക്കും ഞാൻ പ്രകോപിതനാവത്തില്ലേ? ഉറങ്ങിക്കിട എന്നിട്ട് ഞാൻ ഒരു തെറ്റ് ചെയ്യാതിരിക്കുമ്പോഴേക്കും പ്രകോപിതനാവും തിരിച്ചെൻ്റെ തീർന്നിട്ട്, എന്നെ തട്ടി ഉണർത്തുന്ന അവസ്ഥ വരും തിരിച്ചെൻ്റെ തീർന്നിട്ട്. അല്ല, പക്ഷെ പ്രതികരണം മോശം തന്നെയായിരുന്നു, അതിൽ എനിക്കൊരു തർക്കമില്ല. ഭയങ്കര മോശം പ്രതികരണമായിരുന്നു. പുള്ളി തിരിച്ച് പ്രതികരിച്ചത് മാത്രമൊന്നുമല്ല, വേറെ അല്ല, അതിനകത്ത് ആദ്യം ടൈറ്റിൽ മുതൽ വെച്ചിരിക്കുന്നത് ആ രീതിയിലുള്ള സംഭവമാണ് ഇതിന്റെ തീർന്നിട്ട്. അപ്പം ഈ സംഭവം നമ്മൾ അതിന് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, ഇത് വിളിച്ച ആളുടെ പ്രൂഫ്, ഈ വിളിച്ച ആളുടെ പ്രൂഫും ഇതും കൃത്യമായി ഇവിടെ കൊടുത്തിരുന്നുണ്ടെങ്കിൽ, ഇന്ന ആൾ വിളിച്ചു, അല്ലെങ്കിൽ ഇതാണ് നമ്പർ, ഹൈഡ് ചെയ്തിട്ട് കൊടുത്തോ. അവിടെ ആ പ്രൂഫും സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു പോലീസ് സ്റ്റേഷനിൽ കൊടുത്തൂടെ? ഇതിൻ്റെ അകത്ത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ട് ഒന്നും രണ്ടും കാര്യങ്ങളല്ല ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ട് അന്ന് അമിക്കസ് ക്യൂറി എന്ന് പറയുന്നൊരു സംഭവം ചെയ്തത്. അന്ന് അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് ഇതിൻ്റെ അകത്ത് ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, അഡ്വക്കേറ്റ് ശ്യാം പത്മൻ അദ്ദേഹം കൊടുത്ത അമിക്കസ് ക്യൂറി റിപ്പോർട്ടിനകത്ത് ഏകദേശം 10 ഘടകങ്ങൾ അടങ്ങുന്ന സംഭവങ്ങളുണ്ട്. ഇൻട്രൊഡക്ഷൻ മുതൽ അവസാനം ഇതിൻ്റെ ഫേക്ക് പ്രൊഫൈൽ റിവ്യൂസ്, ഫ്രോഡ്ലന്റ് കൺസ്യൂമർ റിവ്യൂസ്, പെയ്ഡ് നെഗറ്റീവ് റിവ്യൂസ്, റെഗുലേറ്ററി മെക്കാനിസം ഫോർ റിവ്യൂ ബോംബിങ്, പ്രപ്പോസ്ഡ് മെഷേഴ്സ് ടു കാർഡ് റിവ്യൂ ബോംബിങ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ റിവ്യൂ, എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ഫിലിം റിവ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് അദ്ദേഹം കൊടുത്തത്. ഇതിനകത്ത് കംപ്ലീറ്റ് പഠിച്ച് ഈ അഡ്വക്കേറ്റ് ശ്യാം പത്മൻ എല്ലാവരോടും സംസാരിച്ച്, ഞാനും ഇതിനോട് സംസാരിച്ച് തിരിച്ച് കൃത്യമായിട്ടുള്ള സാധനമാണ് കൊടുത്തത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്താൽ മതി. ഇത്ര സമയം കഴിഞ്ഞിട്ട് റിവ്യൂ വരുന്നു, ഓക്കെ, അല്ലെങ്കിൽ ഇന്നത് ചെയ്യാൻ പാടില്ല. ഇത് പോലീസ് സ്റ്റേഷനിൽ എന്തുകൊണ്ട് വരുന്നില്ല? താങ്കളുടെ ഒരു സിനിമ നശിപ്പിക്കാൻ വേണ്ടി ഒരാൾ പൈസ ചോദിച്ച് ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും അത് റെക്കോർഡിക്കലി പ്രൂഫ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നില്ല? മാധ്യമ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ പ്രസ് മീറ്റിലോ ആണോ കൊടുക്കേണ്ടത്? പോലീസ് കംപ്ലൈൻറ്റ് എവിടെ? ഈ തേർഡ് പേഴ്സൺ മേടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കണ്ടേ? അതിനുവേണ്ടിയുള്ള വകുപ്പുകളുണ്ടല്ലോ. സിനിമയെ നശിപ്പി ഈ അസോസിയേഷൻകാരെല്ലാം അവരുടെ കൂടെ നിൽക്കത്തില്ലേ?